പിന്നെ ഒരു 7:45 8 മണിക്കുള്ളിൽ ഈ ഫോറസ്റ്റുകാർ വന്നിട്ട് എന്നെ വിളിക്കുമ്പോഴാണ് ഞാൻ സംഭവം അറിയുന്നത്. സംഭവം ഇന്നപോലെ ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്, ഞാനാണെന്നൊന്നും പറഞ്ഞില്ല. ഇന്ന ആളല്ലേ ചോദിച്ചാൽ ജോസഫ് അല്ലേ എന്ന് ചോദിച്ചാൽ അതെ സാറേ എന്താ പ്രശ്നം. അപ്പം അവർ പറഞ്ഞു ഇന്നപോലെ ചെറിയൊരു അമ്മയ്ക്കും മോനും ഒരു ആക്സിഡന്റ് അച്ഛന് സംഭവിച്ചിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക, കുഴപ്പമൊന്നുമില്ല, നീ വരാൻ പറഞ്ഞു. പിന്നെ അവരെന്നെ അവരുടെ വണ്ടിയിൽ തന്നെ കൊണ്ടുവരായിരുന്നു. അന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. പിന്നെ മരുമോൻ്റെ വീട്ടിലേക്ക് എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി എന്താ സംഭവിച്ചതൊന്നും അവരും പറഞ്ഞു ഇതുപോലെ മോൻ ഹോസ്പിറ്റലിലവിടെ കുഴപ്പമൊന്നുമില്ല, അവളെ പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിരിക്കുക, എല്ലാം തോ പൊട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ആന ആക്രമിച്ചെന്നുള്ള കാര്യം അറിയുന്നില്ല. ആ സമയത്തൊന്നും ആന അങ്ങനെ അവിടെ വരാറില്ലല്ലോ, നമുക്ക് അതിനെക്കുറിച്ചൊരു ചിന്തയില്ല. ആ സമയത്ത് ഞാൻ ഉറങ്ങിയില്ലായിരുന്നു. ഞാൻ ഇവരെ അന്വേഷിച്ച് ഞാൻ റോഡിലേക്ക് ഇറങ്ങി ഇവരെ കൂട്ടിക്കൊണ്ട് വരാറാണ് പതിവ്. ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് ഉറങ്ങിപ്പോയത് കൊണ്ട് പിന്നെ എനിക്ക് അറിഞ്ഞില്ല. പിന്നെ ഈ രാവിലെ പിന്നെ അവരുടെ ഈ മരുമാൻ്റെ വീട്ടുകാർ പറയുമ്പോഴാണ് സംഭവം ഇങ്ങനെ അറിയുന്നത്.